ചില കാര്യങ്ങളുടെ തുടക്കമാണ് ജോയിയുടെ ഈ വരവ്. ഈ കത്തുകൾ എന്നെ കുറച്ച് ദിവസത്തേക്ക് കൂടി എല്ലാവരിലും ജീവിപ്പിക്കും. കത്തുകളിൽ ഒരെണ്ണം പോലും പുറത്തു പോകാതെ യഥാസമയങ്ങളിൽ ആർക്കൊക്കെ എവിടെയൊക്കെ എത്തിക്കണമെന്ന് ജോയിക്കുള്ള കത്തിൽ ഞാൻ എഴുതിയിരുന്നു. എന്താ ജോയി രാവിലെ ഒരു കത്തുണ്ടെന്നേ? അനുമോൾക്കായിരിക്കും. അല്ല സാറിനോ? എനിക്കോ? അടക്കം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ സുധനളിയന് കൊടുക്കാൻ. എനിക്കെന്നാ? മരിക്കുന്നതിന്റെ അന്ന് കുറിപ്പേട്ട വീട്ടിലേപ്പിച്ചുകൊണ്ട് പോയ കത്തുകളാന്നേ. ഞാൻ ഉണ്ടായില്ല. അളിയ, അളിയൻ്റെ മനസ്സിലിപ്പോൾ 3 ലക്ഷം ലാഭത്തിൻ്റെ സന്തോഷമാണ് അല്ലേ? പക്ഷെ കടം അത് വീട്ടിയാലേ തീരും. എൻ്റെ കാശിന് പകരമായിട്ട് അളിയൻ്റെ സെക്യൂരിറ്റിക്കാരെ 16 ദിവസത്തേക്ക് വീട്ടിൽ പോസ്റ്റ് ചെയ്യണം. ഗിരീഷ് കള്ളു കുടിക്കാൻ പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. 16 ദിവസത്തേക്ക് അളിയന് ചിലവാകുന്ന കാശ് കഴിഞ്ഞ് ബാക്കി അനുവിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശാപം ഉറപ്പാണ്. എൻ്റെ ടീമിനെ ഞാൻ ഇറക്കും, പക്ഷേ കാശി അമ്മുക്കോളിയാ. അങ്ങനെ ആത്മാവിന് വലിയ സന്തോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ അച്ഛൻ്റെ ഓരോരോ കാര്യങ്ങളെ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുന്നു. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ കാശ് എന്തിനാന്ന് ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16 അടിയന്തരം വരെ എൻ്റെ സെക്യൂരിറ്റി ടീം ഇവിടെ തന്നെ ഉണ്ടാവും. ടീമോ? എന്തിന്? ഗിരീഷ് പുറത്തു പോകാതിരിക്കാൻ അളിയന്റെ വക ലോക്ക്. അതൊക്കെ ഇത്തിരി ഓവറല്ലേ? നിന്റെ അച്ഛൻ മരിച്ച പിന്നെ ഭയങ്കര ഓവറാ. ഡെയിലി കത്ത്, ഇപ്പതായി കാശ്. എനിക്കിത് ചെയ്തേ പറ്റൂ. ആത്മാവിന്റെ ആഗ്രഹമാണ്. അല്ല, ഇപ്പം കാശ് നമുക്കിപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ ടീം ഇന്ന് തന്നെ ഇറങ്ങും. സെക്യൂരിറ്റിയോ? ഗിരീഷേട്ടൻ ചോദിച്ചാൽ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടാ. നീ അതൊന്നും ആലോചിക്കണ്ട. എല്ലാം അവൻ കാരണമല്ലേ. അവന്റെ സ്വഭാവം അച്ഛനെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എണീറ്റില്ലേ? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. വെളുപ്പിനെ ഉറങ്ങിയത്. ഉറങ്ങട്ടെ. നിങ്ങൾ ശരിക്കും പോലീസാണോ കള്ളനാണോ? നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് കള്ളനായിട്ടാ തോന്നുന്നേ. കുറുപ്പേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ കാശേ ആരും അറിഞ്ഞില്ലാന്ന് കരുതി തിരിച്ചു കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. കൊടുക്കണം. നീ ആരാ? ഹരിചന്ദ്രന്റെ പെങ്ങളോ? അതിന് അജയന്റെ പെങ്ങളായാലും മതി. ആ നാറിയുടെ പേര് മാത്രം എന്നോട് പറയരുത്. കുടുംബസ്നേഹമില്ലാത്ത നിന്നെ പോലെ എടുത്തിയ കെട്ടിയതാ ഞാൻ ചെയ്ത തെറ്റ്. മേടിച്ചാ തിരിച്ചു കൊടുക്കാത്ത ആളെ കെട്ടിയതാ എന്റെ തെറ്റ്. ആവേശം മൂത്ത് വിളങ്ങാനും ചെന്ന് ഇനി അനുവിനോട് പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. മിഷൻ 16. ഇനിയുള്ള 16 ദിവസങ്ങൾ ഈ വീടും പരിസരവും നിങ്ങളുടെ സെക്യൂരിറ്റിയിലായിരിക്കും. എന്താണ് പ്രശ്നം സാർ? ആക്രമണ സാധ്യത വല്ലതും? ആക്രമണ സാധ്യത ഉണ്ട്. പുറത്തു നിന്നല്ല, അകത്തൊരുത്തനുണ്ട്. അവൻ ഏത് സമയത്തും ആക്രമിച്ചേക്കാം. 1 ആൽക്കഹോളിക് പേഷ്യന്റ്. ആരാണ് അയാൾ? ചെക്കൻ എന്റെ ഒരു മരുമോനാണ്. ഉള്ള കാര്യം പറയാം. നല്ല പൂര അടിയായിരുന്നു. ഇനി അടിച്ച കാഞ്ഞു തീയിൽ വെക്കാൻ പരുവത്തിലായിരിക്കുക. അവനെങ്ങാനും പുറത്തു ചാടാൻ ശ്രമിച്ചാൽ അവനെ തൂക്കിയെടുത്ത് അകത്തിടണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കേ സാർ. ഇതെന്താണ് പട്ടാളക്കാരൊക്കെ? മിലിറ്ററി സാധനം എന്തെങ്കിലും കിട്ടോ? അത് സെക്യൂരിറ്റി ആടോ. സെക്യൂരിറ്റിയാ? ഇതെന്റെ സഹോദരിയുടെ വീടായതുകൊണ്ട് സദാചാരത്തെ കുറിച്ച് 2 വാക്ക്. അടുത്ത് മാന്യമായി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടെയുള്ള സ്ത്രീകളുടെ വിശേഷം അന്വേഷിച്ചു പോകരുത്. പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ ചോദിക്കാനും പാടില്ല. ഇല്ല സാർ, അതൊക്കെ നിർത്തി. വിശ്വസിച്ചു? Then start your duty with dedication and discipline. മോളെ, ഇവരുടെ താമസവും ഭക്ഷണവും ഒക്കെ ഒന്ന് ശരിയായി കൊടുക്കണം. മാമൻ ഓഫീസ് വരെ ഒന്ന് പോകണം. ഇച്ചിരി ജോലിയുണ്ട്. അല്ല മാമ, ഇവർക്ക് ഈ യൂണിഫോമിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? വേണ്ടേ? അങ്ങനെയാണെ കൊള്ളാം. വാഷിംഗ് മാറ്റ ലാഭം. എന്താ ഇവരൊക്കെ എന്താ ഇവിടെ? ഏയ്, ഇത് നിന്നെ ഉദ്ദേശമൊന്നുമല്ല. ചുമ്മാ ഒരു അലങ്കാരത്തിന്. രാവിലെ ജോയ് വന്നിരുന്നു, വീണ്ടും ഒരു കത്തുമായിട്ട്. പിന്നെ കത്തോ? മരിച്ച വീടാണ്. 2 ആഴ്ച നാട്ടുകാരും ബന്ധുക്കളൊക്കെ വരും പോലും. അതുകൊണ്ട് ഒരു 5 വരെ സെക്യൂരിറ്റി കിട്ടാക്കാൻ പറഞ്ഞ ആത്മാവിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിന് ഇവന്മാരേതാ? ഇനി ഇവന്മാരും വല്ല പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അത് നീ പറഞ്ഞ് ശരിയാണ്. നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവന്മാരിൽ വേണം. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഏത് ഓഫീസ്? നിനക്കില്ലാത്ത പലതും എനിക്കുണ്ടോ. അനു, ഞാൻ എന്ത്? എനിക്കൊന്ന് കുടിക്കണം. ചായ കുടിക്കണം. ഇപ്പൊ തരാം. ഹലോ,
പ്രതിമയോ? എന്തേ എന്റെ ഈശ്വര, അച്ഛന്റെ പ്രതിമ കൊണ്ടുവരുന്നു. ഇനി അതും കാണേണ്ടി വരൂ? കുറുപ്പേട്ടൻ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അങ്ങനെ നിന്റെ അച്ഛനും പ്രതിമയായി. കാശ് കൊടുത്ത് മഹാനാവാന്ന് പറഞ്ഞ കട്ടപോറ് പരിപാടിയാണ്. അച്ഛന്റെ കാശ് കൊണ്ടല്ലേ, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ മുഖം കാണണ്ടേ? ജീവിതകാലം മുഴുവൻ ഈ മുഖം ഞാനും കാണണ്ടേ? ഹായ്. നിന്റെ അച്ഛന്റെ സ്റ്റാച്യു ഞാൻ വിട്ട്. ഒന്ന് മറിക്കും ഇതെന്താ പ്രതിമ പോലെ? അഭിവാദ്യങ്ങൾ. എന്തുട്ട് ഇവന്മാരെന്തൊക്കെയാണ്? ടീച്ചറെ, കൃഷ്ണേട്ടനാ ഇതിന്റെ ശില്പി. നമസ്കാരം. കുറുപ്പേട്ടൻ പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയാ ഈ പ്രതിമയുടെ പണി ഏൽപ്പിച്ചു. കുറുപ്പേട്ടൻ്റെ വലിയ മനസ്സ്. ഇതിപ്പോ ഇവിടെ ആക്കേണ്ട കാര്യം അപ്പുറത്തെങ്ങനെ വെച്ചാ പോരെ? എടാ, കുടിച്ചു മരിച്ചവർക്കൊരു രക്തസാക്ഷിയായി, കുടിച്ചു മരിക്കാൻ പോകുന്നവർക്കൊരു പ്രകാശമായി കുറുപ്പേട്ടൻ ഇവിടെ വേണം. നിങ്ങളൊക്കെ കൂടി വീട് പിടിച്ച് അമ്പലം വെക്കുവോ? നീ എങ്ങനെ വേണേലും കണ്ടു. എന്നാ പിന്നെ ഒരു ഭണ്ഡാരം കൂടി ഒക്കെ പണിക്ക് പോകാതെ എനിക്കും ജീവിക്കാലോ. ഈ എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറുപ്പേട്ടൻ പൈസയൊക്കെ തന്നിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ കുറച്ച് അധികം ചെലവായി. എത്രയാ? ഒരു 12,000 രൂപ. അത് ഞാൻ തന്നേക്കാം. വളരെ ഉപകാരം. കുറുപ്പ് സാറിന്റെ അക്കൗണ്ടിൽ 3,21,000 രൂപയാണ് ബാലൻസ് എമൗണ്ട് ഉള്ളത്. അത്രേ ഉള്ളൂ? യെസ്, വൈഫാണ് നോമിനി. എപ്പോൾ വന്നാലും ബാലൻസ് എമൗണ്ട് വിഡ്രോ ചെയ്യും. ശരി സർ. ഓക്കെ, താങ്ക് യു. ശരി. ഞാൻ മരിച്ചത് നന്നായിടോ. തനിക്ക് എപ്പോഴെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അനുമോൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. നീ ഉറങ്ങണല്ലേ? ഗിരീശേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. അതിന് നീ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? ഇരുന്നല്ലേ പറ്റൂ. ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ? ഞാനങ്ങും പോകുന്നില്ല, താൻ വന്ന് കിടക്ക്. വാ.